ഛേ, കത്തണില്ലല്ലോടാ. എടാ ഇത് വേണോ? എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് ചി നാനണ്ടാ പേടിത്തൊണ്ടന്മാരെ. നീയൊക്കെ വല്ല കവിൻസ് മിൽക്ക് കുടിച്ചു നടക്ക്. ഇവന്മാരൊക്കെ എന്തിനു കൊള്ളാം. ഞങ്ങൾ നിന്നെ പോലല്ലോടാ, ഗുഡ് ബോയ്സ് അല്ലേ? ആലോചിച്ചോ. നല്ലതാ. ആരടാ? ധനു. ഏതനു? അയ്യോ, നിങ്ങളോട് പറയാൻ വിട്ടുപോയിട്ടാ. കഴിഞ്ഞ ആഴ്ച ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച്. ഇന്ന് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പുതിയൊരു കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അനു എന്നാണ് പേര്. +2 ആണ്. പിന്നെ ഇന്ന് നിന്റെ അനുപുരാണെന്നില്ലേ? പിന്നെ പണ്ട് ഡൽഹിയിൽ ഇതുപോലത്തെ കുളത്തിൽ അനു സ്വിമ്മിങ് ചാമ്പ്യനായിരുന്നു. ഇവൻ ആദ്യമായിട്ടായിരിക്കും അല്ലേ ഈ ഗേൾസ് ഒക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ? ഞാൻ ആദ്യമായിട്ട് ഈ ഗേൾസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ. ഇതൊക്കെ ആരാ? അതൊക്കെ അവന്റെ കസിൻസ് ആണ്. അവരായിട്ടൊന്നും ഇപ്പൊ വലിയ കണക്ഷൻസ് ഇല്ല. ഇതിൽ വിച്ചുവിന്റെ ഫോട്ടോസ് ഒന്നും ഇല്ലല്ലോ. ഫ്രെയിം ചെയ്യാൻ മാത്രം ഇവന്റെ നല്ല ഫോട്ടോസ് ഒന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വേറെ ആരൊക്കെ എടുത്തതാ. ഇതാരാ? അതറിയില്ലേ, അതിവന്റെ പഴയ ക്രഷാണ്. എന്താ കാരണം എന്ന് ചോദിക്കി. എന്താ? പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ 2 മെസ്സേജ് അയച്ചോന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഞാനങ്ങനെ അമ്പലത്തിലൊന്നും പോവാറില്ല. കുറച്ച് ദിവസങ്ങൾ നല്ലതാടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ. ഓ, എന്നാ പിന്നെ പോവല്ലേ? അവളെ കേട്ടോന്ന് പറഞ്ഞിട്ടായിരിക്കണേ. ഓ, നമ്മളിവിടെ ചിലരെ പോലെ ട്രൂ ലവ് പൊളിഞ്ഞു പ്ലേ ബോയ് മൈൻഡിലേക്ക് ഒന്നും പോയിട്ടില്ല. ചിരിക്കടാ, ചിരിക്കി. ഇവിടെ ചിലരുടെ കഥ വളരെ ഡിഫറെന്റ് ആണ്. പണ്ടൊരിക്കലൊരു പെണ്ണ് തിരിഞ്ഞു നോക്കിന്ന് പറഞ്ഞിട്ട് അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കണേ. ഇന്നലെ ട്രാൻസ് മൂവി റിലീസ്. അനു, നിനക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ? എന്നാ നീ അവളെ കൊണ്ടാക്കിട്ടോ. തണുപ്പാണല്ലേ. നന്ദു, അതില്ലേ പറയ്. എനിക്കനും ഇഷ്ടാ. എനിക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ അവൾക്ക് നിന്നെ ചെറിയൊരു നോട്ടം ഉണ്ട്. പോടാ. പക്ഷെ നീ എന്നോട് പറഞ്ഞ് മാർട്ടിനോട് പറയാൻ നിൽക്കണ്ട. സംഭവം നിന്റെ ഫ്രണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ നിനക്ക് ഇഷ്ടമുള്ളത് തട്ടിപ്പറിക്കുന്ന ഒരു സ്വഭാവനുണ്ട്. അത്രേ ഉള്ളൂ. നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ? ഇല്ലടാ. എന്നാ പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോട്ടാ. എടി, ആടാ പറ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ പതുക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ ഈ കാര്യത്തിൽ സീരിയസ് ആണ് കേട്ടോ. എടാ, ഇത്തിരി ലേറ്റായി, ഞാൻ പോട്ടെ.